വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു പുതിയൊരു ദിവസം രാവിലെ തുടങ്ങിയാണ്. അപ്പോൾ രാവിലെ എണീച്ച് വന്നു, അതിനായിട്ട് എണീക്കാൻ മുന്നേ എനിക്ക് ചെടിയടപ്പത്തൊക്കെ ഇട്ട് കുറേ പണികളൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എണീച്ച് വന്നത് പല ഇപ്പോൾ ഒരുമിച്ച് തന്നെ എനിക്ക്, പക്ഷേ അതിനായിട്ട് പെട്ടെന്ന് ബാത്റൂമിൽ പോയി വരും. ഞാൻ ഒരു അരമണിക്കൂറൊക്കെ ബാത്റൂമിലുണ്ടാവും, അതാണ് നേരെ വിഴുകണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റിൻ്റെ ഡിഫറൻറ്റായിട്ട് ഞാനും ഉറങ്ങി എനിക്ക്. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് വാഷ് ബേസിൻ്റെ ഈ ഉണ്ണിയോടെ എന്തെങ്കിലുമൊക്കെ കഴിച്ചതും പിടിച്ചൊക്കെ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഒന്ന് വാഷ് ബേസിൻ കഴുകിയിടാന്ന് വെച്ചാൽ രാവിലെ തന്നെ വാഷ് ബേസിൻ കഴുകണമെന്നാണ് രാവിലത്തെ ഇന്നത്തെ ഡ്യൂട്ടിയിട്ടാണ്. അപ്പോൾ അതിനുണ്ട് അമ്മ ഒരു 6-7 ദിവസമായിട്ട് ഹോസ്പിറ്റലാണ്. അപ്പോൾ എന്നും അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോയി വരും കേട്ടോ. നമ്മൾ പറ്റുകയാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്കൊക്കെ ഒന്ന് പോയി ഉച്ച തിരിഞ്ഞിട്ട് രാത്രിയൊക്കെ ആകുമ്പോൾ ഒന്ന് അമ്മയുടെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ, നമുക്ക് അമ്മയുടെ അടുത്തൊക്കെ പോയി വരുമ്പോൾ. പിന്നെ എന്തോ കുറേ വർഷങ്ങൾക്ക് ശേഷം തറവാട്ടിൽ ഒരുമിച്ചുണ്ടായിരുന്നവരൊക്കെ ഇപ്പോൾ എല്ലാവരും വെവ്വേറെ ആയാലും എപ്പോഴേലും ഒരു 10 മിനിറ്റ് തമ്മിൽ കാണുക, ഏട്ടന്മാർ, ഭാര്യ, എടുത്തിമാരെ അങ്ങനെ ഇപ്പോൾ എല്ലാവരും കണ്ടു, സംസാരിച്ചു, അങ്ങനെ കുറേ നേരം ഹോസ്പിറ്റലൊക്കെ ഇരുന്ന് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരിക്കണം. അമ്മ കുഴപ്പങ്ങളില്ല. അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ വയ്ക്കുന്നുണ്ട് അച്ഛൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ചോദിച്ചിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്ക് വയസ്സായതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണുള്ളൂ കേട്ടോ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അമ്മ സുഖമായിരിക്കുന്നു. അമ്മയ്ക്ക് 10-90 വയസ്സായിട്ടുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ അതിൻ്റേതായ വയസ്സായതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ്, വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അമ്മ ഓക്കെയാണ്. അങ്ങനെ നമ്മൾ ഫേസൊക്കെ കഴുകി, പല്ലേപ്പ് കഴിഞ്ഞു, വാഷ് ബേസിൻ കഴുകി, ഫേസൊക്കെ കഴുകി സെറ്റായി. അപ്പോഴേക്കും അതിനായിട്ട് ഇറക്കി കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കഴിയിട്ട് തോർത്തി വെച്ചിട്ട് ഇറക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് തിരുമാവിനെ കൊണ്ടുപോയി ഞാൻ അതിങ്ങനെ താഴെ മേടിച്ച് മുഖത്ത് തുടച്ചിട്ടാ. അപ്പോൾ എനിക്ക് ഇനി രാവിലെ ഇപ്പോൾ വീണ്ടും ഗുളികൾ സ്റ്റാർട്ട് ചെയ്താലും നല്ലൊരു ഗുളിക കഴിക്കാനാണ് ഭയങ്കര ചടങ്ങ്. എന്താ വെച്ചാൽ ഹാസ്റ്റലിൽ അവർ എഴുതിയതിന് നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല. അപ്പോൾ അത് പതുക്കം പോലെ ഇരുന്ന് നോക്കി വായിച്ച് ഞായറാഴ്ച കഴിക്കാൻ പാടാത്തതുണ്ട്, ശനിയാഴ്ച കഴിക്കാൻ പാടാത്തതുണ്ട്, അങ്ങനെ ഓരോ ദിവസം രാവിലെ വേറെ രാത്രി അങ്ങനെ പലതരം ഗുളികളാണ് കേട്ടോ. അപ്പോൾ അതുണ്ട്. അപ്പോൾ ചെവിണ്ടുള്ളിൽ എന്തോ മുഖം വെള്ളം പോയി കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തുടച്ച് കളഞ്ഞു. അപ്പോൾ കുണിക്കിന് ഭയങ്കര ഉറക്കാണ്. അപ്പോൾ ഗുളികളിങ്ങനെ ഓരോന്നായിട്ട് നോക്കി വായിച്ചും നല്ലൊരു പണിയെന്ന് വെച്ചാൽ നല്ലൊരു പണിയാണ് ഗുളിക കഴിക്കാൻ. ഇപ്പോൾ എനിക്ക് ഭയങ്കര മടിയാട്ടൊക്കെ എന്താ വെച്ചാൽ കുറേ ഗുളികളാകുമ്പോൾ നമുക്കിത് നോക്കിയിരുന്നു വായിച്ചും എന്താ വെച്ചാൽ ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനോ ഇതാവാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഗുളികളാണ്, അത്രയും ഡോസ് കൂടിയ ഗുളികളാണ് കേട്ടോ കഴിക്കാനൊക്കെ. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് നോക്കി വായിച്ച്. അപ്പോൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കാനുള്ളത് രണ്ടും കൂടിയിട്ട് ഞാൻ എടുക്കുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പം ഇത് വെറും വയറ്റിലപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ എനിക്ക് വായിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ രണ്ടും കൂടി മാറ്റിയിട്ട് മറ്റുള്ള ഗുളികൾ, അതായത് ഭക്ഷണശേഷം കഴിക്കുന്ന ഗുളികൾ ഡെപ്പേര് കുഞ്ഞിടപ്പേര് അടച്ചു വെക്കും കേട്ടോ. അങ്ങനെ വെറും വയറ്റിൽ കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഗുളിക ചേർത്ത് ഗുളിക അമ്മയും കഴിക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ കൊണ്ട് ഭക്ഷണത്തിനേക്കാളും മുന്നേ ഒരു 1 മണിക്കൂർ മുന്നേ കഴിക്കുന്ന ഗുളിക കേട്ടോ. അപ്പോൾ അത് ഞാനായിട്ട് കാണിച്ചു കൊടുത്താണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഗുളികൾ പൊട്ടിക്കാണ് ഭയങ്കര കഷ്ടം. പകുതി ഗുളികയ്ക്ക് ഒരു ദേഷ്യമുള്ള കാര്യം ഗുളിക പകുതിയാക്കാൻ. എന്താ വെച്ചാൽ കൈ വേദനിക്കും നമുക്കിങ്ങനെ പൊട്ടിക്കുമ്പോൾ, ഭയങ്കര മുറുക്ക ഗുളികൾക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് എണ്ണി പറക്കി ഗുളി എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചില നേരത്തിൽ ഭയങ്കര ടെൻഷൻ തോന്നും. എന്താ വെച്ചാൽ 10-40 വയസ്സാകുമ്പോഴേക്കും നമ്മൾ വലിയൊരു രോഗിയോളം ഒരുപാട് ഗുളികളിൽ അഡിക്റ്റ് ആവുക എന്ന് പറയുമ്പോൾ, ഞാൻ രണ്ടമ്മേരെ കണ്ടിട്ടുണ്ട് ഒരു മിഠായിടപ്പുണ്ട്, ഇങ്ങനെ ഗുളികളൊക്കെ എൻ്റെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നെടുക്കുന്നത് പിടിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ മിഠായിടപ്പല്ല, ഒരു ബാഗ് കഴിഞ്ഞിട്ട് മേടിച്ച് വെച്ചിട്ട് ഗുളികളൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അത് തിരിച്ചങ്ങോട്ട് അടക്കി വെക്കട്ടെ. ബാഗിൻ്റെ ഉള്ളിൽ കൊള്ളുന്നില്ല, അത്രയും ടൈറ്റില്ല കേട്ടോ. അങ്ങനെ ഗുളികളൊക്കെ എടുത്തപ്പോൾ വെറും വയറ്റിൽ കഴിക്കുന്ന ഗുളിക, അതായത് 1 മണിക്കൂർ മുന്നേ കഴിക്കുന്ന ഗുളിക, തൈറോയിഡിൻ്റെ ഗുളിക, അടുത്ത പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇനി പുട്ടും പൊടി സാധനമൊക്കെ മേടിച്ചിട്ട് വേണം, ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ആ കൺഫ്യൂഷനാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ എന്താ പറഞ്ഞു, അപ്പോൾ രാവിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റാത്ത ടൈം എന്താ വെച്ചാൽ അപ്പോൾ ഇന്നും നാളെ നമ്മൾ കുറച്ച് ബിസി കേട്ടോ. വേറെ എന്താ നമ്മൾ കുഞ്ഞിൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് നടക്കാൻ പോണ ഒരു കാര്യമാണ് നാളെ. അപ്പം ഇന്ന് ചേച്ചി പണിക്കൊക്കെ എൻ്റെ വീടൊക്കെ ക്ലീൻ ആക്കാനും പിടിക്കാനൊക്കെ. അപ്പോൾ എന്താ പറയുക, പണികൾ നമുക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ 2 മാസത്തിൽ അപ്പോൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ള പണി വേഗം കഴിച്ച് ചുറ്റുപാട് പരിപാടികളാണ്. ഹൈറ്റ് ഇല്ലാത്ത കാലം ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടോ. ഹൈറ്റ് ഉണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ എത്ര സുഖമാണ്. ഇത് കഴുകിയിട്ടോടെ എനിക്ക് ആരെയും കണ്ടിട്ടല്ല, എൻ്റെ ഷെപ്പിനാണ് എടുത്ത് മുകളിൽ വയ്ക്കാൻ പറ്റും. നമുക്ക് ഉയരല്ലാതെ എളുപ്പമല്ല.
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഒരു നേന്ത്രക്കൊല അവിടെ പറമ്പിലുണ്ടായിരുന്നു, അത് മൂക്കിനേക്കാളും മുന്നേ ഒടിഞ്ഞു വീണുട്ടോ. അപ്പോൾ നമ്മളത് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീൻ 2 പാക്കറ്റ് എടുത്ത് 2 വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ വറുക്ക വെച്ചിട്ട് ഞങ്ങളൊന്ന് കടപ്പുറത്ത് പോയപ്പോൾ കുറച്ച് മീൻ കിട്ടി കേട്ടോ. അപ്പോൾ അത് കുറേശ്ശെ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടേക്ക് തന്നെ മീൻ മേടിക്കുന്നേക്കാളും ഭേദമാണ്, ഇതൊക്കെ മരുന്നടിച്ച് വരുന്നത്. ശരിക്കും അവർ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്നത്, അവിടെ നിന്ന് മേടിച്ചു കൊടുത്താട്ടോ. അപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് എന്തെങ്കിലും നേന്ത്രക്കായ കൈമ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ നന്നായി വരും കേട്ടോ. അങ്ങനെ കായ അരി കേട്ടോ. കായുപ്പേരി നേന്ത്രക്കായുടെ ഉപ്പേരി ഇഷ്ടം കേട്ടോ. ചെറുക്കായുടെ ഉപ്പേരി എനിക്ക് അത്ര പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലാണ് പറമ്പിൽ കായും കാര്യങ്ങളൊന്നും ഇല്ല. അമ്മ എപ്പോഴെങ്കിലും അരക്കിലോ ഉപ്പേരി കഷ്ണം മേടിക്കും. അപ്പോൾ വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ചെറുപ്പം. സ്കൂളിലേക്ക് എനിക്കും ഒരു ചേച്ചിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് കായുപ്പേരി സ്കൂൾ പോകാനൊക്കെ ഞാനിടയ്ക്ക് അമ്മ കായ മേടിക്കുന്നൊക്കെ വരും. ഇപ്പം പിന്നെ എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ ഇഷ്ടംപോലെ പറമ്പിൽ ഇഷ്ടംപോലെ കായും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കായുപ്പേരി അങ്ങോട്ട് വെറുത്തു. പിന്നെ ഞാൻ കായുപ്പേരി കഴിക്കാറുണ്ട്. അപ്പം നേന്ത്രക്കായ ഉപ്പേരി ആകുമ്പോൾ വേറൊരു ടേസ്റ്റല്ലേ, നേന്ത്രക്കായ ഇഷ്ടമാണ്. അപ്പോൾ അതും ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും കേട്ടോ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി, ഫുള്ളും ചിലവായിട്ടോ. അതാണ് ഷെബിയൊന്നും അങ്ങനെ കഴിക്കാറില്ല അല്ല ഉപ്പേരി, ഷെബിനും അതൊക്കെ കൂട്ടി ചോറുണ്ടു. അപ്പോൾ കായ ഉപ്പേരി വയ്ക്കാൻ ചോദിച്ചു. അപ്പോഴേക്കും പോയിട്ട് അതിനായിട്ട് മീൻ കറിക്കുള്ള മാങ്ങ പൊട്ടിച്ചു ഒരു ചട്ടിയത്തെ മീൻ വറക്കാം, ഒരു ചട്ടിയത്തെ മീൻ കറി വയ്ക്കാമെന്നാണ് കേട്ടോ. അതെന്താ വെച്ചാൽ കുണുക്കിക്ക് മീൻ വറുത്തതാണ് ഇഷ്ടം, കുണുക്കിന് മീൻ കറി വെച്ചാണ് ഇഷ്ടം. അപ്പോൾ മാങ്ങ മേടിച്ചിട്ട് തന്നു. പിന്നെ ഞാൻ കായയിൽ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായി തിരുമ്പി വെച്ചാലെങ്കിൽ ശരിക്കും അവിടെ ഇവിടെ പിടിക്കില്ല. തുള്ളി വെള്ളം വെച്ചിട്ട് ഒറ്റ വിസിലടിപ്പിക്കണോട്ടോ, തുള്ളി വെള്ളം വയ്ക്കണോട്ടോ. അപ്പോൾ കറക്റ്റ് പാകം വേവും ഉടഞ്ഞ് പോവില്ല. അത് കഴിഞ്ഞിട്ട് മാങ്ങ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു മാങ്ങ ചെനച്ചിട്ടുണ്ടെന്ന് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. മാങ്ങ പഴുത്ത മാങ്ങ പൊട്ടിച്ചു കൊടുത്തിട്ട് അത് പുളിയുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഞാൻ തിന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല കഴിക്കണം. 2 കഷ്ണം എടുത്ത് ഞാൻ കഴിച്ചു. അപ്പോൾ 4 മാങ്ങയിൽ 2 മാങ്ങ ചെനച്ചതാട്ടാ. എല്ലായിടത്തും ചെനച്ചേനെ എന്താ പറയുന്നല്ല, ചെനയ്ക്കാന്ന് വെച്ചാൽ ഒരു മഞ്ഞ നിറം കയറിയ മാങ്ങ കേട്ടോ. 2 മാങ്ങ നല്ല മാങ്ങയായിരുന്നു കേട്ടോ കറിക്കണം. അപ്പോൾ അതിൽ ഒരു മാങ്ങ ഞാൻ ചെത്തിയിട്ട് എന്താ വെച്ചാൽ ഇവിടെ മീൻ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ഷെബിനും പൊന്നിനൊന്നും അത്ര ഇഷ്ടം. അപ്പോൾ ഞാൻ വെച്ചാൽ അവർക്ക് കുറച്ച് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ ഹോസ്പിറ്റലിലേക്ക് അമ്മയ്ക്ക് വായിക്കും കുറേ ഗുളികളൊക്കെ കഴിച്ചിട്ട് വായിൽ തൊലിയൊക്കെ പോയിട്ട് ടേസ്റ്റ്. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ചെമ്മീൻ ചമ്മന്തി കൊണ്ടുപോകാന്ന് വെച്ചിട്ട് രാവിലെ തന്നെ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ 2 മാങ്ങ തൊലിയൊക്കെ ചെത്തി കുഞ്ഞിതാക്കി അരിഞ്ഞിട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു മാങ്ങ ഇട്ടാൽ മതിയാവും എന്ന് വെച്ചിട്ട്. പക്ഷേ ഒരു 1.5 മുറി നാളികേരം കൊണ്ടിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയത്. ഇവിടെ ചെമ്മീൻ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്, പൊന്നൂനും ഷെബീനും കുഞ്ഞിനൊക്കെ കുറുക്കനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ചെമ്മീൻ ചമ്മന്തി കഴിക്കില്ല. ഞാൻ കുട്ടിക്കാലം തൊട്ടേക്ക് തന്നെ ചെമ്മീൻ ചമ്മന്തിയോടൊക്കെ അത്രയ്ക്കാണ്ട് ചെമ്മീനോട് അങ്ങനെ അധികം കഴിക്കില്ല. എന്താ ചെമ്മീൻ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ തിന്നു കേട്ടോ. ചെമ്മീൻ ബിരിയാണി വെച്ചത് പിന്നെ കുഞ്ഞ് ചെമ്മീനൊക്കെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പച്ചയ്ക്ക് ഉണക്കച്ചെമ്മീൻ കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തി അങ്ങനെ ചിലപ്പോൾ കഴിക്കും, തീരെ കഴിക്കുന്നുണ്ട്. അല്ലാണ്ട് എൻ്റെ ഫേവറേറ്റ് എന്നൊന്നും പറഞ്ഞില്ല, എല്ലാ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ തൊട്ട് വീട് കണ്ടിട്ട് ആ വീട്ടിൽ ചേച്ചി തിരുമ്പാൻ വന്നപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു എന്ന് ചോദിച്ചോളൂ. ബാക്കി ഇവിടെ നിന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയട്ടോ. ജീവിതകാലം മുഴുവൻ ഈ അസുഖം കൊണ്ട് നടക്കണം അങ്ങനെയാണെങ്കിലും. അപ്പോൾ ചേച്ചി വിഷമിക്കേണ്ട, അത് മാറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എനിക്കിപ്പോൾ വിഷമമില്ല, എന്താ വെച്ചാൽ നമുക്ക് ശീലമായി. അപ്പോൾ മനസ്സിലായി ഇനി വിഷമിച്ചും തളർന്നു ഇരുന്നാൽ ശരിയാവില്ല, നമ്മൾ മുന്നോട്ട് പോയേ പറ്റുമെന്ന് മനസ്സിലായി. എന്താ വെച്ചാൽ ഈ അസുഖം എന്നെ വിട്ടു പോവില്ല എന്ന് ഞാൻ ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. എന്ന് വെച്ചാൽ നമ്മുടെ മരത്തിന് ഇത്തിൽക്കണ്ടി പിടിച്ച പോലത്തെ ഒരു അസുഖം എന്താ വെച്ചാൽ നമ്മുടെ ശരീരം നിന്ന് വേറിട്ട് പോവില്ല എന്ന് ഞാൻ തീർത്തും മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചേച്ചിയോട് വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ അടുത്ത പണിക്ക് അപ്പോഴേക്കും നമ്മുടെ കായ വിസിലടിച്ചു കിട്ടാം. കായ വിസിലടിച്ചു. അപ്പോൾ അത് ഊതി നോക്കിയപ്പോൾ കറക്റ്റ് വേണം കേട്ടോ, ഒരൊറ്റ വിസിൽ. അപ്പോൾ അത് ഉപ്പുണ്ട് നോക്കിയപ്പോൾ ഉപ്പ് കുറവ് തോന്നിയപ്പോൾ ഒരു തരി ഉപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് അവിടെ സെറ്റാകാൻ വെച്ചു കിട്ടാം. പിന്നെ ഉപ്പേരി കാച്ചണം എന്നുള്ള പരിപാടിയിട്ട്. അപ്പോൾ അടുത്ത് ഞാൻ വെച്ചു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഉപ്പേരി മിളകിടാന്ന് വെച്ചു. Katumbi, 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 Ummat aja, Ummat. Orang Ummat aja, orang Ummat ada, orang Ummat ada. Ingin nok, Indo itu, Injara. ചൂടെടുത്തിട്ടാണോ എന്താ പ്രശ്നം? സീറ്റിട്ടില്ലേ എടുക്കും. എന്താ പ്രശ്നം? എൻ്റെ പ്രശ്നം എന്താ പ്രശ്നം?
ഇടിക്ക് ഇട്ടുകൂടാ. മാമനോ 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 ചെറിയ കൊടുക്കുന്നുണ്ടാ, ഒരു മുട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിൽ ഇത് മതി വെളുത്തുള്ളി. ഇനി വേണോ? ഇനി വേണോ? വേണോ? അപ്പോൾ അതേ രാവിലെ എന്നിട്ട് പാല് കഴിച്ചിട്ടുണ്ട്. കുടിച്ചേച്ചിൻ്റെ നാവ് പൊള്ളിയിട്ടിട്ട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ നാവ് പൊള്ളിച്ചു എന്നുകൊണ്ട് ചിന്താക്കി എന്നിട്ട്. അപ്പോൾ എനിക്ക് പാല് കുടിക്കാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയായിട്ട്. അപ്പോൾ എനിക്ക് ബ്ലഡ് ഇല്ലാത്താനും ഇപ്പോൾ പാല് കുടിച്ചിരിക്കാൻ ഭയങ്കര ഷൗട്ടിങ് ഒക്കെ ആയിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ഗുളിക കഴിക്കണം, എനിക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷനും കാര്യങ്ങളും ബ്ലഡ് ഇല്ലായ്മയായിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് കളിയാക്കി ബ്ലഡ് ഉണ്ടാവും ആരെങ്കിലും പാല് കുടിക്കുക. പക്ഷേ ഒരു ഡോക്ടർമാർ പറയണേക്കെ, ഡോക്ടറാണ് പറയുന്നത് പാല് കുടിച്ച ബ്ലഡ് ഉണ്ടാവും. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഇല്ലാണ്ട് പറയില്ലല്ലോ. അതിന് കുറേ ആൾക്കാരെന്നെ കളിയാക്കി ഇട്ടു ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടി പാല് കുടിക്കും. പക്ഷേ ബ്ലഡ് ഉണ്ടാവും, പാല് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പകുതി ഞാൻ എന്നോട് കുടിപ്പിച്ചിട്ട് എന്താ വെച്ചാൽ ഞാൻ കുട്ടിക്കാന്ന് തൊട്ടിപ്പോൾ രണ്ടിട്ട് പശുവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അതിനാണ് പാല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുടിക്കുമ്പോൾ എനിക്ക് വിഷമം അന്നേരം കുടിക്കാൻ എനിക്ക് മനസ്സ് വരില്ല. പിന്നെ ഉണ്ണക്കൊന്നും വലിയ ഇഷ്ടമില്ലാത്തതിനും പിന്നെ അവർക്ക് കൊടുക്കണമെന്നില്ല കേട്ടോ. പിന്നെ കുടിക്കുകയും ബൂസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പാല് കുടിക്കില്ല. ബൂസ്റ്റ് തീർന്നിരിക്കുക. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു ഓഫർ ഇട്ടുണ്ടാവും, അപ്പോൾ പോയി മേടിക്കണം. പിന്നെ നമ്മളടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ചെമ്മീൻ ചമ്മന്തിക്ക് ഉണക്ക ചെമ്മീൻ വറുക്കട്ടെ. പക്ഷേ നമ്മൾ നെക്സ്റ്റ് ഒന്ന് നല്ല ചെമ്മീനായിട്ട് നല്ല ഫ്ലേവറാട്ടെ ചെമ്മീൻ. തലയൊക്കെ കളഞ്ഞ ചെമ്മീനായിട്ട് കുറച്ച് വില ഉണ്ടെങ്കിലും നമ്മൾ ഈ സാധാ സ്ഥലത്ത് നിന്ന് മേടിക്കുമ്പോൾ തലയൊക്കെ പകുതി പോവും. ഇത് തലയൊക്കെ പോയിട്ട് അതിൻ്റെ കറക്റ്റ് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചീനച്ചട്ടിയിലിട്ട് നന്നായി അങ്ങോട്ട് ചൂടാക്കട്ടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ ചൂടാക്കി നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ പൊന്നു ഈ ചെമ്മീൻ വറുക്കണതിൻ്റെ മണം എടുത്തിട്ട് പിടിച്ചിട്ട് വന്നിട്ടാണ് ഇന്ന് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കൊണ്ടു എന്നൊക്കെ വെച്ചപ്പോൾ മൂപ്പർ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടം ചെമ്മീൻ ചമ്മന്തി. എനിക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ചട്ടിയുടെ സൈഡ് ചെറുതായിട്ടൊന്ന് തീ പിടിച്ചിട്ട് അപ്പോൾ ഞാൻ പേടിച്ചുട്ടാ. പിന്നെ ഊതി കടത്തി. അത് കഴിഞ്ഞിട്ട് ചമ്മന്തിക്ക് ഞാൻ നാളികേരം അതിൻ്റെ ഇടയ്ക്ക് ചെരുകി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ ഞാൻ ഇങ്ങനെ കേട്ടോ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുക. കുറച്ച് നാളികേരം ഇട്ടു, അതിലേക്ക് ചെമ്മീൻ വറുത്തിട്ട് പിന്നെ മാങ്ങ കുഞ്ഞാക്കി അരിഞ്ഞിട്ട് ഒരു പിടി ചുവന്നുള്ളി ഇട്ടു. പിന്നെ കറിവേപ്പില, ഉപ്പ്, മുളകും പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ. ഇതാട്ടെ ഞാൻ ചെമ്മീൻ ചമ്മന്തിക്ക് ഞാൻ എടുക്കുക. പിന്നെ ലാസ്റ്റ് അരക്കിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കും കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ മിക്സി കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല പൊന്നിൻ്റെ മിക്സി യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് വലിയ ജാറിലൊന്നും നമ്മൾ ചമ്മന്തി ഇട്ട് അരച്ചാലൊന്നും ചമ്മന്തി അറിയില്ല. അപ്പം ഞാൻ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. അത് എനിക്കൊരു മിക്സി പുതിയത് എടുക്കണമെന്നുണ്ട്, പറ്റിയിട്ടില്ല, എന്തായാലും മേടിക്കണം. അപ്പം ഞാൻ ചെറിയ ജാറിൽ ഇട്ടിട്ട് കുറേശ്ശെ ചമ്മന്തി അരച്ചിട്ട് വരിക കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ഇത്രയും പേർക്ക് ചമ്മന്തി വേണ്ടേ. ഇവിടെ രാവിലെ ഉണ്ടാക്കി ഉച്ചത്തേക്കും രാത്രിക്കൊക്കെ ചമ്മന്തി കൂട്ടിയിട്ടുണ്ടെങ്കിൽ കുണുക്കിനും ഷെബിനൊക്കെ ചോറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടാണ്. അമ്മയ്ക്ക് പിന്നെ ഹോസ്പിറ്റലിൽ ഒരു തരിയുണ്ട്. അമ്മ അങ്ങനെ അധികമൊന്നും കഴിക്കണില്ല. അമ്മ പൊടിയിരിക്കുന്നു മാത്രം. കുറേ വർഷങ്ങളായിട്ട് ഇപ്പം അമ്മ 3 നേരം പൊടിയിരിക്കുന്നു മാത്രമേ കഴിക്കുന്നുള്ളൂ. വേറെ ഇഡ്ഡലി അങ്ങനെ കഴിച്ചായിരുന്നതാണ് അമ്മ ഇഡ്ഡലിയൊക്കെ. പിന്നെ ഇപ്പോൾ കുറേ ഒരു 3-4-5 വർഷമായിട്ട് അമ്മ വെറും പൊടിയിരിക്കഞ്ഞും അല്ലെങ്കിൽ ജസ്റ്റ് മീൻ കറിയുടെ ചാറ് അങ്ങനെ. അമ്മയ്ക്ക് പച്ചക്കറികൾ അമ്മ അങ്ങനെ കഴിക്കണം. പച്ചക്കറിയോട് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അമ്മ ഒന്നിട്ട് ചമ്മന്തി അല്ലെങ്കിൽ മീൻ കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആട്ടോ. പിന്നെ എല്ലായ്പ്പോഴും ആരെങ്കിലും വല്ല ബീഫോ അല്ലെങ്കിൽ മട്ടനോ വരട്ടിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് കൊടുക്കും കേട്ടോ. അതും ഇഷ്ടം അമ്മയ്ക്ക്. അതിപ്പോൾ ഞാൻ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി ജസ്റ്റ് അത് കുറേശ്ശെ ആയിട്ട് അത് നല്ലൊരു മെനക്കെട്ട് പണി. സത്യം പ്രാന്താവും കേട്ടോ. അങ്ങനെ കുറേശ്ശെ അരയ്ക്കാന്ന് പറഞ്ഞാൽ ദേഷ്യം വരുന്നത്. ഒറ്റയ്ക്ക് അരച്ച് കിട്ടേണ്ട ചമ്മന്തി ഇങ്ങനെ കുറേശ്ശായിട്ട് അരയ്ക്കണം കേട്ടോ. അപ്പോൾ പക്ഷേ ഒരു ഫുൾ മൂവാണ്ട് മാങ്ങ ഇട്ടു. പക്ഷേ പുളി കുറവാണ്ട് വീണ്ടും ഒരു മാങ്ങയുടെ പകുതി എടുത്തിട്ട് ഞാൻ ഇട്ടുണ്ട് കേട്ടോ. അതുകൂടി ഇട്ടു. അപ്പോൾ ചമ്മന്തി ഫിനിഷ് ആയിട്ട് പിറ്റേ ദിവസം ഇന്നലെ ഒരു തരി രാത്രിയാകുമ്പോൾ എല്ലാവരും അതൊട്ട് ചോറുണ്ട്. തരി പോലും കഴിക്കുന്നില്ല. ഞാൻ തോര ചമ്മന്തി ഞാൻ വിചാരിച്ചു അരച്ചു വന്നപ്പോഴേക്ക് ചമ്മന്തി ഒരുപാട് ഓവറായ പോലെ തോന്നിയിട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പോൾ നോക്കിയിട്ട് ഞാൻ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഉരുട്ടുമ്പോൾ കുറേ പോലെ തോന്നി. പിന്നെ ചെയ്യുമ്പോൾ ഇതൊക്കെ ചിലവാകും, ഇതൊക്കെ ബാക്കി വരും എന്നൊക്കെ തോന്നിയിട്ടാണ്. കാരണം ഉരുട്ടിനുമ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഉപ്പ് നോക്കണം. പക്ഷേ എനിക്ക് ഉപ്പ് അങ്ങനെ കൊടുക്കാനൊന്നും അത്ര ഇഷ്ടമില്ല. മറ്റുള്ള കറികളൊക്കെ ഉപ്പ് നോക്കാൻ ഭയങ്കര ഇഷ്ടത്തില്ല ചെയ്യും. പിന്നെ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ മെഡിസിൻ കഴിക്കണം ഉപ്പോ പുളിയോ എരിവോ ഒന്നും അറിയണില്ല. എന്താ വെച്ചാൽ എൻ്റെ അതേ അവസ്ഥ തന്നെ ഉണ്ട്. അമ്മയ്ക്ക് വായല തൊലിയൊക്കെ പോയിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയുടെ പരിപാടി കഴിഞ്ഞു. അതങ്ങനെ കൊണ്ട് അവിടെ മൂടി വെച്ചു.
അടുത്തത് നമ്മൾ അമ്മയ്ക്ക് കൊണ്ടുള്ള പൊടിയരി അത് ഞാൻ വലിയ നമ്മൾ 5 ലിറ്ററിൻ്റെ കുക്കറിൽ ഒരു പിടി കേട്ടോ പൊടിയരി വയ്ക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ ചെറിയ മിക്സിയിൽ വയ്ക്കുമ്പോഴേ അതിങ്ങനെ ചീറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ റൈസ് പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുത്തി കളയാനൊക്കെ. അപ്പം പക്ഷേ ഈ വലുതിലായാലും മൊത്തം ചീറ്റണുണ്ട് കേട്ടോ. എന്നാലും പുറത്തേക്കൊന്നും പോവില്ല. ഹോളിലൊക്കെ കുറച്ചും ചോറിൻ്റെ പറ്റിയിരിക്കുന്നു അത്ര. പിന്നെ അമ്മയ്ക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു 3 അരി വിസിലടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം വെച്ച് ഇങ്ങനെ ഒരു 1/4 മണിക്കൂർ ഇട്ട് ഇങ്ങനെ തിളപ്പിക്കും കേട്ടോ. അപ്പോൾ നന്നായി എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഇങ്ങനെ കുടിക്കുമ്പോഴേ ഇങ്ങനെ ഒരു സോഫ്റ്റായിട്ട് കുടിക്കേണ്ട. അപ്പോഴേക്കും എന്നിട്ട് തങ്കമണിച്ച് പണിക്കുള്ളതിന് തങ്കമണിച്ച് മീൻ നന്നാക്കി കൊടുത്തു തന്നു കേട്ടോ. ആ പണി തങ്കമണിച്ചാണ് ഇന്നലെ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ വേഗം മഞ്ഞപ്പൊടി ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് മസാല പറ്റി വെച്ചു. എന്നുവെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് പോലെ തിക്കുന്നേക്കണം. അപ്പോൾ വേഗം പണിയോട് കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഭയങ്കര സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യണത് തന്നെ. എന്ന് വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലൈസല്ലേ, ഹോസ്പിറ്റലിൽ പോയി നമുക്ക് എന്തെങ്കിലും ആവശ്യം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല. അമ്മേടെ അടുത്ത് ഇരിക്കണ്ടേ. അപ്പോൾ ഇവിടെ ഉണ്ണോട് പട്ടിണിയാവാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ഉണ്ണോൾക്കുള്ളത് ചെയ്ത് വെച്ചിട്ട് വേണ്ട പോവാൻ. അങ്ങനെ അപ്പോൾ അത് നോക്കി മീൻ ഒരു ഉപ്പ് കുറയണം. അപ്പോൾ തരും കൂടി ഉപ്പൊക്കെ ഇട്ടു മസാല പരട്ടി അതൊക്കെ തിരുമ്പി അത് സെറ്റാക്കി 2 പ്രാവശ്യം ഉപ്പ് അങ്ങനെ ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പറഞ്ഞു ഇപ്പോൾ ഒന്നിൻ്റെ ഉപ്പോ പുളി എരിവോ അറിയണില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മൾ കറി വയ്ക്കുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയും ഉപ്പും പുളിയും നോക്കാൻ. പിന്നെ കുറച്ച് അയില കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അത് ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ കുണിക്കല്ല കുണുക്കമോന് മീൻ കറി വേണം, ചോറൂണ്. മീൻ വെച്ച മീനാണ് അവന് കൂടുതലിഷ്ടം. കുണിക്കാണെങ്കിൽ വറുത്ത മീനോട് ഇഷ്ടമാണ്. അപ്പോൾ കുണിക്കയ്ക്ക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് ഞാൻ മാറ്റി കുണുക്ക വറുത്തതും കഴിക്കും വെച്ചത് കഴിക്കും. എന്നാൽ കുണുക്കിന് കൂടുതലിഷ്ടം ഓറഞ്ച് മീമിയാണ്. എന്താ വെച്ചാൽ കറി വെച്ച മീമിക്കാണ് ഓറഞ്ച് മീമി എന്ന് പറയാം കേട്ടോ. പിന്നെ 2 തക്കാളി കുഞ്ഞ് ഹെൽപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. 2 തക്കാളി 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി കുഞ്ഞ് തക്കാളി കേട്ടോ. അപ്പോൾ 2 തക്കാളിയൊക്കെ എടുത്തു കൊടുത്തു. അതൊക്കെ അരിഞ്ഞിട്ടു. പിന്നെ 2 പച്ചമുളക് ചീന്തിയിട്ടു. അപ്പോൾ നമ്മുടെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടാണ്. എന്താ വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകണം ഭയങ്കര തിരക്കും ബഹളമാണ്. എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് വേണം പോകാൻ എന്നുള്ളതിന്. അപ്പോഴേക്കും നമുക്ക് കുണിക്കിനെയൊക്കെ കുളിപ്പിച്ചിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ കുണിക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണം കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും നമ്മൾ ഉപ്പേരി മുളക് ഇട്ടിട്ടുണ്ടില്ല. ഉപ്പേരി മുളക് ഇടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കായ ഉപ്പ് നോക്കിയപ്പോൾ ഇങ്ങനെ തരും ഉപ്പ്. അപ്പോൾ കുറച്ചുകൊണ്ട് ഉപ്പിട്ടു. പിന്നെ ഞാൻ കൂടുതലും ഉപ്പേരിയൊക്കെ ഓയിലാണ് കേട്ടോ കാഴ്ച. ഗോഡ് വിന്നറിൻ്റെ ഓയിലാണല്ലോ എനിക്ക് ഞാൻ വെളിച്ചെണ്ണയിൽ അങ്ങനെ ഉപ്പേരിയാണ് കാച്ചണത് അധികം ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതേ നേന്ത്രക്കായ ഉപ്പേരിയിൽ കുറച്ച് കടുക് ഇട്ടു കേട്ടോ. എനിക്ക് പച്ചക്കറിയുടെ ഉപ്പേരിയിലൊക്കെ ഞാൻ കടുക് ഇടും. പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടിയിട്ട് ചതച്ചിട്ടു കേട്ടോ. ഞാൻ അത് മൂത്ത് എന്നോട് കൂടിയിട്ട് നല്ല കുത്തിയ മുളകും കുറച്ചും മുളകും കൂടി ഇട്ടാൽ ഇതാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കുക. പലരും പല നിരക്കാണ് മെഴുക്ക് പുരട്ടിയാണ്ട് ഈ നേന്ത്രക്കായൊക്കെ കടുക് പൊട്ടിച്ച് വറ്റൽമുളക് പൊട്ടിച്ച് അതിലിട്ട് അവിടെ വെളുത്തിട്ടായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഞാൻ വീട്ടിലാർക്കും ഇങ്ങനെ മെഴുക്ക് പുരട്ടി ഇഷ്ടമില്ല. ഇങ്ങനെ കടുകും വറ്റൽമുളക് ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ ഇങ്ങനെ മുളകും പൊടി കുത്തിമുളകൊക്കെ ഇട്ടിട്ടാണ് ഉപ്പേരി കാച്ചുക. അതാണെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട. ഒരു ഉണക്കൽ വറുത്തതാ അല്ലെങ്കിൽ ഒരു മുട്ട ഓംലേറ്റ് അല്ലെങ്കിൽ ഒരു അച്ചാറാണെങ്കിൽ സുഖമായിട്ട് വരുന്ന നിറയെ ചോറിന് കേട്ടോ. പക്ഷേ ഇന്നലെ ഇത്ര ഉപ്പേരി കഴിക്കുമ്പോഴേക്കും ഒരു ടെൻഷനായിരുന്നു. ഇത് ചിലവാകുമോ, ഇത് കഴിക്കുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഫുള്ളും ഫിനിഷായിട്ട് എന്താ ഒരു ചട്ടി പിന്നെ തരി പച്ച വെളിച്ചെണ്ണ മുഖത്തേക്കൊന്ന് അതിൻ്റെ ഉപ്പേരിയുടെ മേലേക്കൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് പിന്നെ ആകെ ഒന്ന് പരട്ടി നമ്മുടെ ഉപ്പേരി സെറ്റായിട്ടാണ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. അത് മൂടി വെച്ച് മീൻ മസാല പറ്റിച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് മീൻ കറി അവിടെ ഏകദേശമൊക്കെ തിളച്ചൊന്ന് തുടങ്ങിയിട്ടിട്ട്. അപ്പോൾ ഞാൻ പൊന്നിനോട് പറഞ്ഞു, പൊന്നു നീ മീൻ കറി നോക്കി അമ്മ കുളിച്ച് അച്ഛന്മാരുടെ അടുത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അച്ഛന്മാരുടെ അടുത്തേക്ക് പോകാമെന്നുള്ള പരിപാടി മാത്രമല്ല, ഷേബിക്ക് പോസ്റ്റ് ഓഫീസിൽ എന്തോ വന്നിട്ടുണ്ട് കൊറിയർ. അപ്പോൾ അത് 12 മണിയാകുമ്പോൾ 1 മണിയാകുമ്പോഴേക്കും അങ്ങോട്ട് എത്തണം. കുഞ്ഞിന് 1 മണിയാകുമ്പോഴേക്കും എക്സാം ഹാളിലേക്ക് എത്തണം. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള തിരക്കിലാട്ടോ. അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് കേട്ടോ. അങ്ങനെ അടുത്ത എക്സാമിന് കുഞ്ഞൻ പോവാണ് നോടോ ഞാൻ. അങ്ങനെ നമ്മൾ അടുത്ത എക്സാമിന് കുഞ്ഞൻ പോവാണ്. അപ്പോൾ ഇന്നത്തോടുകൂടി ഇത് കഴിഞ്ഞു അല്ലേ, പ്രാക്ടിക്കലി കഴിഞ്ഞു അല്ലേ. ഈ കുണുക്കുണ്ട് അച്ഛണ്ട്. ഷേബി അവിടെ പോസ്റ്റ് ഓഫീസിന് എന്തോ വന്നിട്ട് കൊറിയർ മേടിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ആ ഭക്ഷണം കഴിച്ച് ഓടി പോയി കുളി കാര്യങ്ങളൊക്കെ എങ്ങനെ കഴിയണേന്ന് തന്നെ അറിയില്ല. ബിസി 1 മിനിറ്റ്. ഞാൻ ആർക്കൊക്കെ കുറി വേണ്ടതെന്ന് വിളിച്ച് ചോദിച്ചിരുന്നല്ലോ. എത്ര പ്രാവശ്യം വിളിച്ചു ചോദിച്ചു ആർക്കൊക്കെ കുറി വേണ്ട ഞാൻ അച്ഛനെ ഒന്ന് ഉമ്മ വെച്ചോ കുറച്ച് കിട്ടും ഏട്ടാ. സുരേഷ് ഏട്ടൻ പോയത് ഇതല്ലേ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പോകണം. കഞ്ഞി എടുത്തിട്ട് അതുകൊണ്ട് പോകണം അല്ലേ ഏട്ടാ. അമ്മേൻ്റെ അടുത്ത് പോകണ്ടേ, പരീക്ഷ ഷെബിക്ക് ബാങ്കിൽ പോകണം. കാർത്തും പൊന്നൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു നാളെ ഒരു പ്രത്യേക ദിവസമായാലും വീട് ക്ലീനിങ് ഒതുക്കലൊക്കെ. അപ്പോൾ തങ്കമണി ഇച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വീട്ടുപണി വീട്ടിലെ എന്ത് സാധനം ഇത്
വലുതാണല്ലോ, കിടക്കാണോ? എന്തമ്മ പരിപാടി? എന്താ പരിപാടി? അച്ഛമ്മക്ക് കഞ്ഞി വേണം. ഉച്ചയ്ക്ക് മുമ്പായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങണ വിശേഷമാണ്. കുഞ്ഞിന് വയറ്റിൽ തലവേദന ഞാൻ ഉറങ്ങാൻ വെച്ചത്. വയറ്റിൽ നോക്കണ്ടല്ലേ? വെള്ളം കുടിച്ചത്. കുഞ്ഞിന് നാളത്തെ കാര്യമായിട്ട് ടെൻഷൻ ഉണ്ടോന്നുണ്ട്. അതോ ഞാൻ ടെൻഷനില്ല. ഒരു കാര്യം ചെയ്യാൻ ഞാൻ വലിയ കുക്കറിലേക്ക് ചെറിയ കുക്കറിലേക്കുമ്പോഴേ ഭയങ്കരമായിട്ട് ചീറ്റിട്ട് പുറത്തേക്ക് പോവാം. ഇതാകുമ്പോ കുറവായി. അച്ഛനക്ക് മതിയാവോ? കുറവായ മതി മതി. കുറച്ച കുടിക്കണല്ലോ. മാത്രല്ല വേണ്ട. പിന്നെ എല്ലാവരും കഴിച്ചിട്ടൊന്നും അറിയില്ല. ഞങ്ങള് ജീവിതത്തിൽ ആദ്യമായിട്ട് സാധനം കഴിക്കാൻ പോട്ടോ. ഒന്നും കഴിച്ചിട്ടില്ല ജീവിതത്തിൽ. ഞാൻ കഴിച്ചില്ല. ആരും കഴിച്ചിട്ടില്ല. ഷെബി കഴിച്ചിട്ടുണ്ടോന്ന് മാത്രം അറിയില്ല. ബാക്കി എല്ലാവരും ആരും കഴിച്ചിട്ടില്ല. ഉണ്ടാക്കുന്നതാണോ ഉണ്ടാക്കുന്നത്? ഷെബി കഴിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ബാക്കി ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല. ഓ ആ തന്നെ മത്തന ഈ തന്നെ മത്തങ്ങ ഇത് വേറെയാണോ? ആ ഷെബി കഴിച്ചിട്ടുണ്ട്. ഇത് മഞ്ഞല്ലോ. ഷെബി അപ്പൊ നമ്മളോടേക്ക് അതിനേക്കാൾ മുന്നേ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലല്ലോ, ഉള്ളിൽ മഞ്ഞ അറിയില്ല. ഞാൻ ഇത് മഞ്ഞാണെന്ന് പറഞ്ഞത്. കേക്ക് കട്ടിന്ന് നല്ലല്ലോ കേട്ടോ. എനിക്ക് ഇങ്ങനെ കണ്ട തിന്നാൻ തോന്നില്ല. എനിക്ക് എന്റെ സ്വഭാവം അത് മഞ്ഞ. ഇതെന്തോ വേറെ എന്തോ പോലെ മുഖത്തെ എക്സ്പ്രഷൻ മുഖഭാവം എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. കുണുക്കിന് ഇഷ്ടമായാൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ കുണുക്കിന് നമ്മളൊക്കെ ഒരു ടേസ്റ്റ് ശരിയാണ്. ഇങ്ങോട്ട് നോക്ക്. അത് തിന്നിട്ട് ഞാൻ പറയട്ടോ. വേറെ വാക്ക് വിശ്വസിക്കുന്നു. ഞാൻ തണ്ണിമത്തനാണ് തന്നെയാ. ടേസ്റ്റ് ഉണ്ടോ? ഏത് തണ്ണിമത്തന്റെ ടേസ്റ്റ് കൂടുതല്? വാഴ ചെറുത്തോ ഞാൻ ഒന്ന് കഴിച്ചു പറ്റട്ടോ. കുഴപ്പമില്ല. കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ തോന്നുന്നു. മധുരം കുറവാണോ? മധുരം കുറവാണോ? അതിപ്പോ നമ്മള് സാധാരണ മത്തങ്ങ മേടിക്കുമ്പോഴും ചിലത് മധുരം ഉണ്ടാവാറുണ്ട്. ഇത് ഭയങ്കര മധുരം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഫ്രൂട്ട്സ് തന്നിട്ടാണ്. ആളെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. നല്ല തണ്ണിമത്തങ്ങാണ്. കുരു രസല്ലേ? കുരു രസമുണ്ട്. അപ്പൊ കുരു തിന്നാന്നാണ് കുണുക്കം പറയുന്നത്. അതിന്റെ കുണുക്കി കൊടുത്ത കുണുക്കിയാറ്റ കുണുക്കിയാ നീ ഷെഡിലാണ് നടക്കണ കാരണല്ല കുണിക്ക്. വേറെ ഒന്നല്ല ബാത്റൂമിൽ പോയിട്ട് ഇരിക്കുകയാണ് അശക്തി. അതുകൊണ്ടാണ്. നീ എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്. നീ അച്ഛനും കൊടുത്തോട്ടെ. അച്ഛനും മുന്നും കഴിച്ചിട്ടില്ല. ഷെബി കഴിച്ചിട്ടുണ്ടെന്നല്ല. ചേട്ടൻ പിന്നെ ഇങ്ങനത്തെ കഴിക്കുന്നറിയാം. അവൻ പിന്നെ ഏകദേശം ഇങ്ങനത്തെ എല്ലാവർക്കും ഇങ്ങനെ കഴിച്ചു കാണും. നമ്മള് പിന്നെ ഞങ്ങളുടെ വീട്ടില് ഞങ്ങക്ക്
ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വേണ്ട നമ്മുടെ ചിലവ് ഞാൻ പിന്നെ മേടിക്കുകയാണ്. ഇന്നലെ അയാൾ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചോണ്ട് മേടിച്ചാട്ടാ. പിന്നെ കുഴപ്പമില്ല, കാശ് പോയില്ല. അയാളുടെ സ്ഥാനത്ത് വേറൊരു ഫ്രൂട്ട്സ് ആണ് പറഞ്ഞാൽ മേടിക്കില്ല. അല്ല അതാണ് ഞങ്ങള് ഇന്നലെ പറഞ്ഞിട്ട് തന്ന ആപ്പിളും നല്ലതായിരുന്നു. എന്തായിരുന്നു പേരുണ്ടായിരുന്നത്? പിങ്ക് ലേഡി. പിങ്ക് ലേഡിനൊക്കെ ആപ്പിളും ഉണ്ടായിരുന്നു, നല്ല ആപ്പിളും. ഫ്രൂട്ട്സ് ഇപ്പൊ മേടിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ നോമ്പ് സമയം ഭയങ്കര റേറ്റാ. എനിക്ക് ബ്ലഡ് ഇല്ല എന്ന് പറഞ്ഞാലും ടേസ്റ്റ് കൊണ്ടാണ് കുട്ടി ഫുള്ള് നിന്നത്. അല്ല മോനെ പൈനാപ്പിൾ നന്നാക്കിയ പോലെ എനിക്ക് തോന്നുന്നു. പൈനാപ്പിൾ ഷേപ്പ് ഉണ്ടല്ലേ? പൈനാപ്പിളിന്റെ ബന്ധുവായിട്ട് വരും. കുളിക്കണ്ട, അച്ഛന്മാരടുത്ത് പോണ്ടേ? അച്ഛനെ പഠിച്ചിട്ട് അപ്പോഴേക്കും നമ്മൾ ഇതൊക്കെ ചെയ്യണം. കുഴപ്പമില്ല, നല്ല എനിക്ക് മൊത്തത്തിൽ ഇൻഫെക്ഷൻ ഒക്കെയാണ്. പിന്നെ കട്ട് ചെയ്തൊക്കെ വെക്കണം. എല്ലാവർക്കും കഴിക്കാൻ കേട്ടോ. എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് അവിടെ ഫ്രൂട്ട്സ് ഇപ്പൊ ബ്ലഡ് ഇല്ലാണ്ട് അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല കേട്ടോ. അത് ഇവിടെ ആർക്കും ഇല്ല ഒറ്റയ്ക്ക് തീറ്റ. അങ്ങനെ തീറ്റ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ അല്ല നമുക്കത് അല്ല ഇവിടെ കുണുക്കാനൊക്കെ ഒറ്റയ്ക്കാണ് കഴിക്കില്ല കേട്ടാ. എന്താ വെച്ചാൽ കുണുക്കനോട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി ഇവരെ എവിടെയും പോയിക്കാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പറഞ്ഞ പോലും എല്ലാരും വരട്ടെ എന്നുള്ളൊരു എല്ലാവരും മറ്റെല്ലാവരും വന്നിട്ട് കഴിക്കാം എന്നുള്ളൊരു ചിന്ത. അത് നല്ല കാര്യമാട്ടോ, എനിക്ക് ഇഷ്ടം. കുട്ടികളുള്ള കുളിക്കുകയില്ല തന്നെയാ എല്ലാരും ഒരുമിച്ച് കഴിക്കാനുള്ളൊരു ഇത് കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടില്ല സാധാ തണ്ണിമത്തന്റെ എന്തെന്നല്ലോ പൈനാപ്പിൾ ആയിട്ടല്ല തോന്നുന്നത്. കുണുക്കം പറഞ്ഞ പൈനാപ്പിളിന്റെ ഷേപ്പ്. കുരുപ്പാൻ മടി ഇവനൊക്കെ എന്താ വേണ്ട വിഴിഞ്ഞാ പോലെ. കുട്ടി ഉറങ്ങി, കാതൽ കുട്ടി എപ്പോ ഉറങ്ങിയതാ? കുറച്ചറിയാ അത് കഴിച്ച പാടി കാതലേ അമ്മാമ്മയുടെ ശബ്ദം കേട്ടു. വേറെ ടേസ്റ്റ് ഒന്നുമില്ല, അതിന്റെ ടേസ്റ്റ് ഒന്നുമില്ല. മധുരം ഒക്കെ അതേപോലെ തന്നെയുള്ളോ, കളർ വ്യത്യാസം ഉണ്ട് മാത്രം. പൈനാപ്പിളിന്റെ കുട്ടിയൊന്നും ചിന്തിക്കും. അല്ല അമ്മക്ക് അല്ലേ നോക്കില്ല. ബഷീറോടാണ് അവൻ ഫുഡ് കഴിപ്പിച്ചിരുന്നത്. ഷീറോട് സ്റ്റാർട്ട് ചെയ്തു, വിശപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നീ പ്രസവിച്ചതിന് ശേഷമാണ് തന്നെയാണ്. എന്താ കഴിക്കണമെന്ന് അറിയോ? മീൻകറി, ഉപ്പേരില്ല, സാമ്പാർ. അങ്ങനെ ഒരു വായച്ചേക്കിൻ്റെ ഓരോ ആവശ്യമുള്ളവര് പറയട്ടാ, എത്തിച്ച് നോക്കിയൊക്കെ വരാം. ഒരുത്തൊന്നും നോക്കിയ അതൊന്നും ഞാൻ നോക്കിയില്ല. സാമ്പാറാ മീൻകറി അല്ലേ? നിന്നോട് കുടിക്കാൻ ചേർത്ത് മറന്നു കൊണ്ടോ വെച്ചോട്ടോ, വെച്ചോളൂ തന്നെ നിന്നു. പിന്നെ മാമയുടെ കുട്ടിയാവുന്ന അവിടെ ദോശന്റെ മീൻകറി ഉണ്ട്. കട മേടിച്ചോണ്ടൊന്നുണ്ട, അപ്പുറത്ത് കിട്ടുന്നത് വേണമെങ്കിൽ കഴിച്ചോ. ഇവിടെ എല്ലാവർക്കും വയറ്റുന്ന പോക്കാണ്. അച്ഛൻ, ഞാന്, കുണുക്കം കുണിക്ക് സേഫ്, പൊന്നിനുമില്ല.
നമുക്ക് നമ്മുടെ പോര് വെള്ളത്തിലായിരുന്നു പ്രശ്നം. കുറച്ചൊന്നും ഞാൻ സമ്മതിച്ച് കുടിച്ചിട്ടുണ്ട്. ഒരു 1 ലിറ്ററിന്റെ കുപ്പിയിൽ 1/2 ലിറ്റർ ഞാനും വന്നിട്ട് കുടിച്ചു. നീ വന്നിട്ട് കുടിച്ചാ? അപ്പൊ ആ മോരിലോ പ്രശ്നം 1/2 ലിറ്ററോളം ഞാൻ മോര് കുടിച്ചിട്ടുണ്ട്. പിന്നെ പൊന്നേച്ചി ആ കുറച്ച് കുടിച്ചുള്ളൂ. ഞാൻ അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ട്. കുഞ്ഞിന് പരീക്ഷ കഴിഞ്ഞ് വരുമ്പോ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് സമയത്ത് 4 മണിയായിരുന്നു. 3:30 മണിയായപ്പോ വിശന്നപ്പം വഴിയിൽ നിന്ന് സംഭാരം കുടിച്ചു. എന്നാ 2 ലിറ്റർ മേടിച്ചോ 1 ലിറ്റർ മേടിച്ചോ. ഞങ്ങള് 1 ഗ്ലാസ് കുടിച്ചതിന് ചേച്ചിക്ക് 1 ലിറ്റർ മേടിച്ചിരുന്നു. ചേച്ചി കുടിക്കില്ല ബാക്കി കുടിച്ചുള്ള ചേച്ചി കുടിക്കാണ്ട് മേശം വെച്ചു. പുറത്ത് വെറുതെ ഇരിക്കുന്ന ആ സാധനം അതൊന്നും ഞങ്ങളോട് എഴുതി കുടിക്കാനാണ്. ഇവിടെ കുപ്പി തുറന്നു വെച്ചിട്ട് അങ്ങനെയാണോ 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 അവന്റെ ചെത്തി അങ്ങനെ അങ്ങനെയല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദോശയും ഇഡ്ഡലി സാമ്പാർ അതുപോലെ ചിക്കനും നല്ല രസം. എനിക്ക് പണിയുണ്ട് അവിടെ. ആ സെറ്റിന്റെ കവർ അമ്മയുടെ കൂടെ ഞാൻ സീരിയസ് അറിയില്ല. എത്ര ദിവസം എനിക്ക് കൊണ്ട് കഴിക്കാൻ വന്നില്ല. എന്നാ വിശപ്പ് ഭയങ്കര വിശപ്പ്. അതെ ഇവർക്ക് ആയിരുന്നു വായ ചേർത്ത് ഭയങ്കര വിശപ്പ്. അല്ലെങ്കിൽ വിശപ്പ് കഴിഞ്ഞു. ഇന്നത്തെ മീൻ രസമുണ്ടല്ലേ? നിനക്കും വേണം